തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ വിജയമാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് ഞാൻ കരുതുന്നില്ല. അത് സുരേഷ് ഗോപിക്ക് മാത്രം കിട്ടിയതാണ്. പണ്ട് നേമത്ത് ഒ രാജഗോപാൽ വിജയിച്ചതുപോലും അങ്ങനെയായിരുന്നു. അവിടെ ബി.ജെ.പിയുടെ ഒരു വലിയ നേട്ടമൊന്നുമല്ല. ഒ രാജഗോപാൽ എത്രയോ കാലമായി അവിടെ മത്സരിച്ചു. അവിടുത്തെ ജനങ്ങൾക്ക് ഒ രാജഗോപാലിനോട് തോന്നിയ ഒരു സഹതാപം, അതാണ് ഒ രാജഗോപാലിനെ അന്ന് വിജയത്തിലേക്ക് കൊണ്ടുവന്നത്. അതേ രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കൊടുത്ത ഒരു വിജയം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിലെ സാഹചര്യം എന്താണ്? ഞാനിതാ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിനെ എങ്ങനെയെങ്കിലും എടുത്തോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിലെ ജനങ്ങളിലെ വോട്ടർമാരുടെ ഒരു അഭിപ്രായം മാറുന്നൊരു സ്ഥിതിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 12 വർഷമായി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരാണ് അധികാരത്തിൽ. ഈ 12 വർഷത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റുകളിൽ കേരളത്തിന് എന്താണ് കിട്ടിയിട്ടുള്ളത്? ഏറ്റവും ഒടുവിലത്തെ ബജറ്റിൽ എന്തൊക്കെയോ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്നു. ഇതാ കേരളത്തിൽ എയിംസ് വരാൻ പോകുന്നു, കേരളത്തിൽ ഇതാ വലിയ പദ്ധതികൾ ബി.ജെ.പി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞ എന്താണ്? ബജറ്റ് കഴിയട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ എന്താണ്? ബജറ്റ് കഴിയട്ടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ബജറ്റ് കഴിഞ്ഞപ്പോൾ ഇവരാരും സംസാരിക്കുന്നില്ല. കേരളത്തിനൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ 6-ാം തീയതി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് വരാൻ പോവുകയാണ്. എറണാകുളത്ത് അദ്ദേഹം കുറേ പദ്ധതികളൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഒരുപക്ഷെ ഇന്ന് തന്നെ ഒരു പ്ലാന്റഡ് സ്റ്റോറി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. എന്താണ് സ്റ്റോറി? കേരളത്തിന് എയിംസ് അടുത്ത സാമ്പത്തിക വർഷം അനുവദിക്കുന്നു. അതായത് ഇനി അടുത്ത ബജറ്റിൽ അനുവദിക്കും എന്ന ഒരു പ്ലാന്റഡ് സ്റ്റോറി വരികയാണ്. ഏതോ വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണത്രേ, ധനമന്ത്രാലയത്തിൽ നിന്ന് കിട്ടിയ മറുപടിയാണത്രേ. അടുത്ത സാമ്പത്തിക വർഷം, അതായത് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല, ഇനി അടുത്ത ബജറ്റിൽ പ്രഖ്യാപിക്കും എന്ന് ഒരു വിവരാവകാശ ചോദ്യത്തിന് കിട്ടിയ മറുപടി എന്നോണം ഒരു വാർത്ത വരികയാണ്. അങ്ങനെ നോക്കൂ, കേരളത്തെ കഴിഞ്ഞ ഓരോ ബജറ്റുകളിലും കേരളത്തെ അവഗണിച്ച ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ.